വിഴിഞ്ഞം കമ്മീഷനിങ്ങിൽ അനിശ്ചിതത്വമൊന്നുമില്ലെന്ന് തുറമുഖ MD ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഇന്ന് 24 പറഞ്ഞു. പോർട്ടിൻ്റെ ഓപ്പറേഷൻ ഉൾപ്പെടെ എല്ലാം പൂർണ്ണ സജ്ജമായിരിക്കുന്നു. പ്രധാനപ്പെട്ട ചില ആളുകളുടെ സൗകര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് ഉടൻ ഈ പോർട്ട് വിഴിഞ്ഞം കമ്മീഷൻ ചെയ്യുമെന്നും ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഇന്ന് 24 പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഷിപ്പിംഗ് ആൻഡ് സീ പോർട്ടിൻ്റെ സെക്യൂരിറ്റി കോഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നേരത്തെ നമുക്ക് താൽക്കാലികമായിട്ടായിരുന്നു ലഭിച്ചിരുന്നത്. ഇപ്പോൾ സ്ഥായി ആയിട്ടുള്ള കോഡ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഒരു പോർട്ടായി ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഒരു മാരിടൈം മാപ്പിൽ നമ്മളിപ്പോൾ ഇടം നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നാവിഗേഷണൽ ചാർട്ട് എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയമായിട്ട് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ സെപ്റ്റംബർ മാസത്തോടു കൂടി തയ്യാറാകുമെന്നായിരുന്നു നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. അതും ഇപ്പോൾ നമുക്ക് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അംഗീകാരവും നമുക്കിപ്പോൾ ലഭിക്കും. അപ്പോൾ വക കാര്യങ്ങളെല്ലാം തന്നെ ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇനി ഉടനടി തന്നെ കമ്മീഷനിങ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരുടെയും തീയതിയും സൗകര്യങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് കമ്മീഷനിങ് ഉണ്ടായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ ദിവ്യ അയ്യരാണ് നമ്മോട് വിവരം പറഞ്ഞത്. എന്തായാലും വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായി. വിഴിഞ്ഞം പോർട്ട് ഏത് സമയം കമ്മീഷൻ ചെയ്യാൻ പൂർണ്ണ സജ്ജമാണ് എന്ന രീതിയിലാണ് ഡോക്ടർ ദിവ്യ അയ്യർ പറഞ്ഞത്. ഡോക്ടർ ദിവ്യ അയ്യരുമായി സംസാരിച്ച അഖിൽ ഷാ അൻസാർ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചെയ്യുന്നു. അഖിൽ ഷാ, എന്തൊക്കെയാണ് ഡോക്ടർ ദിവ്യ അയ്യർ നമ്മോട് പറയുന്നത്? ഈ പോർട്ട് യാഥാർത്ഥ്യമാകുന്നതോടെ തലസ്ഥാനത്തിൻ്റെ മുഖം തന്നെ മാറും എന്ന വിശ്വാസത്തിലാണ് നമ്മൾ. കോഡൊക്കെ ലഭിച്ചു എന്ന് ഡോക്ടർ ദിവ്യ അയ്യർ പറഞ്ഞല്ലോ. SKN രാജ്യത്തെ തന്നെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ കമ്മീഷനിങ്ങിൽ യാതൊരു തരത്തിലുള്ള അനിശ്ചിതാവസ്ഥയും ഇല്ല എന്നുള്ളതാണ് ദിവ്യ എസ് അയ്യർ ഇന്ന് 24 പ്രതികരിച്ചത്. നമുക്കറിയുന്നത് പോലെ തന്നെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ഊർജിതമാക്കിയിരുന്നു വിഴിഞ്ഞം തുറമുഖം. ഈ പറയുന്ന കപ്പൽ വന്നു പോകുന്ന പ്രക്രിയ, അതോടൊപ്പം ഈ കണ്ടെയ്നറുകളുടെ നീക്കം തുടങ്ങി എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ വേഗത്തിൽ തന്നെ വിഴിഞ്ഞം തുറമുഖത്ത് നടക്കുകയാണ്. ആ ഘട്ടത്തിലാണ് തുറമുഖ MD കൂടിയായ ദിവ്യ എസ് അയ്യർ 24 സംസാരിച്ചത്. അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ചില പ്രധാനപ്പെട്ട ആളുകളുടെ മന്ത്രിമാരുടെ അടക്കം ചില ഡേറ്റുകൾ, അവരുടെ ചില തീയതികൾ അടക്കം ലഭിക്കേണ്ടതുണ്ട്. അതുകൂടി ലഭിച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞം കമ്മീഷൻ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ്. അത് അധികം വൈകാതെ തന്നെ കമ്മീഷനിലേക്ക് നീങ്ങും എന്നുള്ള കാര്യവും ദിവ്യ എസ് അയ്യർ പറയുന്നുണ്ട്. നമുക്ക് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തുറമുഖ മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് അത് ഓണസമ്മാനമായി അല്ലെങ്കിൽ ഈ വർഷം ഡിസംബറോടുകൂടി കമ്മീഷൻ ചെയ്യും എന്നുള്ളതാണ്. അത്തരത്തിൽ തന്നെയാണ് തുറമുഖ അധികൃതരും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഡിസംബറോടുകൂടി തന്നെ കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുമാണ് തുറമുഖ അധികൃതർക്കുള്ളത്. നമുക്കറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ ഈ ഈ ട്രയൽ റൺ ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് 15-ലധികം കപ്പലുകളാണ് വിഴിഞ്ഞത്ത് വന്നു പോയത്. അതിൽ 10,000-കണക്കിന് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് വരുന്ന മാർച്ചിൽ 60,000 കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യണമെന്നായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ടാർഗറ്റ്. പക്ഷേ ഈ 2.5 മാസം പിന്നിടുമ്പോൾ വിഴിഞ്ഞം കൈകാര്യം ചെയ്തത് 500,000 കണ്ടെയ്നറുകളാണ്. അതായത് അവർ പ്രതീക്ഷിച്ചതിലും അധികം കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്നതിലേക്ക് കൂടി വിഴിഞ്ഞം തുറമുഖം നീങ്ങുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഷിപ്പിംഗ് കമ്പനികൾ, അത്തരത്തിൽ വലിയ കമ്പനികൾ ഉൾപ്പെടെ വിഴിഞ്ഞത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSCയുടെ അടക്കം നിരവധി കപ്പലാണ്, ഏറ്റവും കൂടുതൽ കപ്പലുകൾ വന്നത് MSCയുടെയാണ്. അത്തരത്തിൽ വിഴിഞ്ഞം അതിൻ്റെ കമ്മീഷനിങ്ങിലേക്ക് വളരെ വേഗത്തിൽ നീങ്ങുകയാണ്. പ്രധാനപ്പെട്ട ചില ആളുകളുടെ ഡേറ്റുകൾ ഉൾപ്പെടെ കിട്ടേണ്ടതുണ്ട്. അത് ലഭിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുമെന്നുള്ള കാര്യമാണ് ദിവ്യ എസ് അയ്യർ നമ്മളോട് പറഞ്ഞത്. SKN. ഓക്കെ, താങ്ക് യു. അഖിൽ ഷാൻ സാറാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ വിഴിഞ്ഞം പോർട്ട്, നമ്മുടെ പ്രസ്റ്റീജ് നാച്ചുറൽ പോർട്ട് ഏത് സമയവും കമ്മീഷനിങ് സജ്ജമായിരിക്കുന്നുവെന്ന് ഈ പോർട്ടിൻ്റെ MD ഡോക്ടർ ദിവ്യ എസ് അയ്യർ പറയുന്നു. നമുക്ക് എന്തായാലും ആ പോർട്ടിൻ്റെ കമ്മീഷനിങ് നടക്കുന്നതോടെ അന്തർദേശീയ തലത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന പോർട്ടായിട്ട് ഇത്ര വലിയ കപ്പലുകളായാലും തീരത്തണയാൻ കഴിയുന്ന രീതിയിലുള്ള ഈ വലിയ പോർട്ട് ചരിത്രമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ മണ്ണിലേക്ക് കൊണ്ടുവരാൻ ഈ പോർട്ട് നിമിത്തമാകുമെന്ന് കൂടി നമ്മൾ വിശ്വസിക്കുന്നു.